കേരള രാഷ്ട്രീയത്തിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അനന്തരഫലങ്ങളും എന്നാണ് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ ശക്തനായ ഒരു നേതാവ്, ഒരു ട്രബിൾ ഷൂട്ടറെന്നോ അല്ലെങ്കിൽ ഒരു അജയനെന്നോ എന്ത് എന്ത് വെല്ലുവിളിയും ഏറ്റെടുക്കുന്ന ഒരാളായിരുന്നു ശ്രീ കെ മുരളീധരൻ. അദ്ദേഹത്തിന് നമുക്കറിയാം, അദ്ദേഹത്തിന് ഏറ്റവും വലിയ ഇന്നും ഇന്നും കേരള സമൂഹം ആദരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ കെ കരുണാകരൻ, ലീഡർ കെ കരുണാകരൻ. അദ്ദേഹത്തിൻ്റെ മകനായിട്ട് പാർട്ടിക്ക് വിധേയമായി ഇടയ്ക്ക് അദ്ദേഹത്തിന് ചില അബറേഷൻസ്, ചില ചാഞ്ചല്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും അദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷവും ശക്തമായ രീതിയിൽ, വളരെയധികം ശക്തമായ രീതിയിലുള്ള ഒരു നേതാവാണ്, ശക്തനാണ് എന്ന് അദ്ദേഹം പ്രൂവ് ചെയ്തിരുന്നതാണ്. ഇവിടെ ഈ പൊതു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം യഥാർത്ഥത്തിൽ വടകരയിൽ കഴിഞ്ഞ തവണ ഏതാണ്ട് 80,000 വോട്ടിലോളം ജയിച്ചു നിന്ന് അദ്ദേഹത്തെ ഇവിടെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നു. തൃശ്ശൂരിൽ ത്രികോണ മത്സരം എന്നുള്ള രീതിയിൽ വളരെ ശക്തമായ മത്സരം അവിടെ കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ശരിയാണ്. ആണെങ്കിൽ പോലും അദ്ദേഹം 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു, പരാജിതനായി എന്നുള്ളതാണ്. ഈ പരാജിതനായ കെ മുരളീധരൻ അദ്ദേഹം ഇന്നലെ തന്നെ ഒരു 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 2 സെക്കൻഡ് മാധ്യമങ്ങളോട് പറഞ്ഞത്, ഇനിയിപ്പോൾ ഉടനെ ഒന്നും ഒരു തെരഞ്ഞെടുപ്പിന് ഞാൻ മത്സരിക്കുന്നില്ല, കുറച്ച് കാലത്തേക്ക് ഞാനിപ്പോൾ പ്രത്യക്ഷ രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിൽക്കാൻ പോകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കെ സി വേണുഗോപാൽ, ദേശീയ സംഘടനാകാരിയ കോൺഗ്രസിൻ്റെ സെക്രട്ടറിയായ കെ സി വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നു, അത് തൃശ്ശൂരിലെ പരാജയം കൃത്യമായി എടുത്ത് പഠിക്കും. നമുക്ക് മനസ്സിലാക്കേണ്ടത് 20 സീറ്റിൽ 18 സീറ്റും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF ആണ് ജയിച്ചിരിക്കുന്നത്. അവർക്ക് യാതൊരു ക്ഷീണവും സംഭവിച്ചിട്ടില്ല. തൃശ്ശൂരിലുള്ള പ്രത്യേക കേസായിട്ട് എടുത്ത് പഠിക്കും എന്നുള്ളത് പറയുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു സൂചന എന്ന് പറയുന്നത്, കെ മുരളീധരനെ അങ്ങനെ എഴുതിത്തള്ളാനോ അദ്ദേഹത്തിന് അങ്ങനെ വിശ്രമിക്കാൻ അനുവദിക്കാനോ കോൺഗ്രസ് നേതൃത്വത്തിന്, കേരള ഘടകത്തിന് കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ നമുക്കറിയാം, KPCC പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ അദ്ദേഹം വീണ്ടും ജയിച്ചു. അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷം വീണ്ടും അദ്ദേഹം വർദ്ധിപ്പിച്ചു. 3-ാം തവണയും ജയിക്കുന്നു എന്നുള്ളതാണ്. ഈ ജയിച്ചു നിൽക്കുന്ന അദ്ദേഹത്തിന് പാർലമെൻറ്റിലേക്ക് പോകുമ്പോൾ KPCCയുടെ ഉത്തരവാദിത്വം ശ്രീ മുരളീധരന് KPCC പ്രസിഡൻ്റാക്കി തന്നെ അദ്ദേഹത്തിനെ രഞ്ജിപ്പിക്കാൻ, അനുരഞ്ജനം നടത്തി അദ്ദേഹത്തെ പാർട്ടിയിൽ കൂടെ നിർത്തി സജീവ രാഷ്ട്രീയ നേതാവായി തന്നെ കൊണ്ടുപോകുവാനാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആലോചിക്കുന്നത്. ഞാനിത് പറയുമ്പോൾ നമ്മൾ കോൺഗ്രസിൻ്റെ ഒരു സാഹചര്യം മാത്രമായിട്ടാണ് ഈ പറയുന്നത്. ഇതിനകത്ത് കോൺഗ്രസിൻ്റെ യഥാർത്ഥ സംഭവം എന്ന് പറയുമ്പോൾ, കോൺഗ്രസ്സിൽ എത്രയും അധികം സംഘടനാ പാടവത്വവും നേതൃത്വ പാടവവും കാണിച്ചു തന്നൊരു വ്യക്തിയാണ് ശ്രീ മുരളീധരൻ. അദ്ദേഹം മുമ്പ് KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോഴും എല്ലാ അർത്ഥത്തിലും ചിട്ടയും വട്ടവും എല്ലാം നല്ല രീതിയിൽ നടത്തിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കഴിവിനെ, സംഘടനാ പാടവത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ നേതൃത്വ പാടവത്തെ ഇവിടെ ഉപയോഗപ്പെടുത്തുവാനാണ് കോൺഗ്രസ് വളരെ സീരിയസ് ആയിട്ട്, വളരെ ഗൗരവത്തോടുകൂടി ആലോചിക്കുന്നു എന്നുള്ളത് കൂടി നമ്മളിവിടെ പറയുന്നു. കൂടാതെ നമ്മളിപ്പോൾ ആലത്തൂർ മത്സരിച്ച് പരാജയപ്പെട്ട, കഴിഞ്ഞ തവണ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഏതാണ്ട് 1 ലക്ഷത്തിനടുപ്പിച്ചുള്ള വോട്ടിന് ജയിച്ചിരുന്ന രമ്യ ഹരിദാസ്, അവരെ ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ CPMലെ ഇന്നും എന്നും അറിയപ്പെടുന്ന നേതാവാണ്. അദ്ദേഹം കറകളഞ്ഞ ഒരു രാഷ്ട്രീയത്തിൻ്റെ, സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഒരു 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 ബിംബമാണ്. അദ്ദേഹത്തിന് കിട്ടിയ വിജയം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ വിജയം തന്നെയാണ്. അതല്ലെങ്കിൽ ശ്രീ പിണറായി വിജയൻ്റെ ഒരു തുടർഭരണത്തിൽ കിട്ടിയിരിക്കുന്ന ഒരു ആൻറ്റി ഇൻകംബൻസി, അതിൽ കെ രാധാകൃഷ്ണൻ ഒഴിച്ച് മറ്റാർക്കും അതൊന്നും തന്നെ ഇഫക്റ്റ് ആയില്ല എന്നുള്ളതാണ്. അതപ്പോൾ കെ രാധാകൃഷ്ണൻ്റെ ആ ഒരു വ്യക്തിത്വം അദ്ദേഹത്തിന് കറകളഞ്ഞ ഒരു സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ വ്യക്തിത്വം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഏതാണ്ട് 17,000-ൽ കൂടുതൽ വോട്ടിന് അദ്ദേഹം ജയിച്ചു എന്നുള്ളതാണ്. അവിടെ പരാജയപ്പെട്ട രമ്യ ഹരിദാസ്, യഥാർത്ഥത്തിൽ രമ്യ ഹരിദാസിന് ഇനി നമ്മുടെ ചേലക്കരയിലേക്ക്, അതായത് രാധാകൃഷ്ണൻ നേരത്തെ അസംബ്ലിയിൽ റെപ്രസെൻ്റ് ചെയ്തിരുന്ന ആ സീറ്റിലേക്ക് രമ്യ ഹരിദാസിനെ കോൺഗ്രസ് പരീക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. അവിടെ രമ്യ ഹരിദാസ് വിജയിക്കുമെന്നാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് നോക്കിക്കാണുന്നത്. ആ ഒരു സാഹചര്യം കൂടെ നമ്മൾ കോൺഗ്രസിൻ്റെ കേരള രാഷ്ട്രീയത്തിലെ 20 സീറ്റിൽ നടന്ന പാർലമെൻറ്റിലെ തെരഞ്ഞെടുപ്പ് വിജയവും അതിൻ്റെ അനന്തരഫലവും കൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ രീതിയിലേക്ക് കോൺഗ്രസ്സിൽ ഒരു സ്ട്രക്ചറൽ ഒരു മാറ്റിയെഴുത്ത് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ രീതിയിൽ വന്നു കഴിഞ്ഞാൽ പരാതികളില്ല. രമ്യ ഹരിദാസിനെ അക്കോമഡേറ്റ് ചെയ്യുന്നു. അതിലുപരി ശ്രീ കെ മുരളീധരൻ്റെ നേതൃത്വത്തെ അംഗീകരിക്കുക, കെ മുരളീധരൻ എന്ന് പറയുന്ന വ്യക്തിയെ അംഗീകരിച്ച് ഉൾക്കൊള്ളിച്ചുകൊണ്ട് കേരള രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുക. കാരണം ഇനി വരുന്ന 2 വർഷം കഴിഞ്ഞ് വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് ഇപ്പോൾ പാർലമെൻറ്റിൽ ആവർത്തിച്ച ഈ വിജയം തന്നെ നിലനിർത്താൻ
കെ മുരളീധരനെ പോലൊരു ശക്തനായ ഒരു നേതൃത്വ പാടവമുള്ളൊരു നേതാവിനെ ആവശ്യമാണെന്ന് കോൺഗ്രസ് കാണുന്നുണ്ട്. കാരണം ഇനിയൊരു തുടർഭരണത്തിന് യഥാർത്ഥത്തിൽ പിണറായി വിജയനെയോ CPM-നെയോ അനുവദിക്കാൻ പറ്റില്ല. അത്തരത്തിലേക്കും കാര്യങ്ങൾ വഷളായിരിക്കുന്നു. നമ്മൾ നേരത്തെ കേന്ദ്ര രാഷ്ട്രീയത്തിൽ ശ്രീ മോഡിയുടെ അതേ ഛായയിലുള്ള രീതികളും പ്രകടനങ്ങളും പ്രവൃത്തികളും ഒക്കെ തന്നെയാണ് കേരളത്തിൽ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇനി അത് അനുവദിച്ചു കൊടുക്കുവാൻ കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF-ന് കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ശക്തനായ ഒരാൾ KPCC പ്രസിഡൻ്റായിട്ട് വരണം എന്ന് കോൺഗ്രസ് അതീവ തീവ്രമായി ആലോചിക്കുന്നു. ആ രീതിയിൽ നമുക്ക് ഉടനെ തന്നെ കാണാൻ കഴിയും. ശ്രീ കെ മുരളീധരനെ KPCC പ്രസിഡൻ്റായിട്ട് നിയമിച്ചുകൊണ്ടുള്ള കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഹൈക്കമാൻഡിൻ്റെ ഉത്തരവുണ്ടാകും. നമുക്ക് ആ രീതിയിൽ ഇനിയുള്ള 2 വർഷത്തെ KPCC-യുടെയും പ്രതിപക്ഷത്തിൻ്റെ UDF-ൻ്റെയും പ്രവൃത്തികളെ കൂടെ നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. അങ്ങനെ നടന്നാൽ ഇനി വരുന്ന 2 വർഷം കഴിഞ്ഞ് വരുന്ന പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലാവധിക്ക് ശേഷം വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് ശക്തമായൊരു മത്സരമുണ്ടാകും. ഒരു തുടർഭരണത്തിന് ഇനിയൊരിക്കൽ പോലും അനുവദിക്കുവാനുള്ളൊരു സാഹചര്യം കേരളത്തിൽ ഇല്ല എന്ന് തന്നെയാണ് പൊതുസമൂഹം പറയുന്നത്.